ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനുവിനെ മാത്രമായി അടർത്തിയെടുത്ത് നിന്റെ കുടുംബത്ത് കൊണ്ടുപോകാന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് നടക്കില്ല. ആര് ചിന്തിച്ചു? എന്തിനാ ഈ ഭ്രാന്ത് പറയുന്നത്? ഭ്രാന്തോ? നീ എന്നെ ഭ്രാന്തിന്ന് വിളിച്ചോടി? ഒരു സാധനം ജെനുവിനാണെന്ന് അവർക്ക് തോന്നിയാല് എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചായാലും എത്ര പണം ചെലവാക്കിയിട്ടായാലും അവരത് വാങ്ങാൻ ഓടിയെത്തും. നമുക്ക് അങ്ങനെ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ചെറിയ തോതിലാണെങ്കിലും ഇഷ്ടം പോലെ കൃഷി നടക്കുന്നുണ്ടല്ലോ. ഭാർഗവൻ സാറും ഹരിയും ഒക്കെ അവരോടൊന്ന് സംസാരിച്ചാ മതി. എല്ലാരെയും ഒന്നിച്ചു ചേർക്കാൻ പറ്റില്ലേ? അത് ശരിയാ. ഞാനിതിപ്പോ ഒരു പോസിബിലിറ്റി ആയിട്ട് പറയാ. കൃഷിയെക്കുറിച്ച് ഹരിയുടെ ഐഡിയാസ് എനിക്ക് വളരെ മുന്നേ അറിയാലോ. തനിക്കിത് പറ്റും. ഒരു കാര്യം താൻ ഉറപ്പിച്ചോ, ഇങ്ങനെ ഒരു മുന്നേറ്റം ഉടനെ ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകർ അത് ഏറ്റുപിടിക്കും. അതിന്റെ തുടക്കക്കാരനായിട്ടാവും ഹരി അറിയപ്പെടുക. അതിന്റെ പേരിൽ എനിക്കിനി പേരും പ്രശസ്തിയൊന്നും വേണ്ട. താൻ പറഞ്ഞ കാര്യങ്ങള് വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പോഴും വലിയൊരു പ്രശ്നമുണ്ട്. ഈ പാടത്ത് പണിയെടുക്കുന്നവർക്ക് നിത്യക്കൂലി കിട്ടിയേ പറ്റൂ. നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിക്കുക, വിൽക്കുക, അതിന്റെ പണമൊക്കെ ശേഖരിക്കുക എന്ന് പറയുന്നത് അതിത്തിരി സമയമെടുക്കുന്ന കാര്യമല്ലേ? എടുക്കും. അതിനൊരു 30 മുതൽ 45 ദിവസത്തെ സമയം കണക്കാക്കണം. കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇതിനെല്ലാം കേന്ദ്രീകരിക്കാൻ ഒരു സ്ഥലം വേണം, വാഹനങ്ങൾ വേണം, തൊഴിലാളികൾക്ക് അതാത് ദിവസം കൂലി കൊടുത്ത് കൂടെ നിർത്തണം. എന്ന് പറഞ്ഞ ഒരു വലിയ തുക തന്നെ വേണ്ടേ? വേണം. അതിപ്പോ ആരെക്കൊണ്ട് നടക്കാനാ? ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാണോന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റില് ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്ന ഏജൻസികളുണ്ട്. 1-2 പേരെ എനിക്ക് പരിചയമുണ്ട്. നമുക്ക് അവരെ സമീപിക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ തീരുമാനമാണ്. നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ഞാൻ നിർബന്ധിക്കില്ല. അത്രേ ഉള്ളൂ. എങ്കിൽ ഞാൻ പൊക്കോട്ടെ. താൻ ചെല്ല്. ഞങ്ങളൊന്ന് എല്ലാരും കൂടെ ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ. ഭാർഗവൻ സാറിനെ ഞാൻ വിടണോ? വേണ്ട വേണ്ട, ഞാൻ അവരോട് അറിയാം. ഹാ ശരി. ഹരി, എന്താണ് തനിക്ക് തോന്നിയത്? സംഗതി എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഈ നട്ടു മുളപ്പിച്ചത് ആരെങ്കിലും ഒരാൾ ചോദിക്കുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് നഷ്ടപ്പെടുന്നതാണ് കൃഷിക്കാരന്റെ ശാപം. ഇതിനൊരു മാറ്റം വന്നാൽ ഗുണമുണ്ടാവും. സർ, പക്ഷേ ഇത്രയും വലിയ കാര്യമൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ആലോചിക്കാടോ. എന്തായാലും നനഞ്ഞിറങ്ങി, ഇനി കുളിച്ചു കയറാന്ന് പറയാറില്ലേ? നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ, കൂടെ നിൽക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് ഗുണം കിട്ടുന്ന കാര്യമല്ലേ? നമുക്ക് ആലോചിക്കാം. മനു ഇന്ന് നിന്നെ വിളിച്ചിരുന്നോ? വിളിച്ചു. നീ അവനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? ഇല്ല. പിന്നെന്താ ഞാൻ വിളിച്ചപ്പോ അവനൊരു കനം? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവൻ ഫോൺ വെച്ചേ. പിന്നെ അവന് ശബ്ദമില്ല. നീ എന്താ അവനോട് പറഞ്ഞു കൊടുത്തേ? എന്താ എന്റെ മോനോട് പറഞ്ഞു കൊടുത്തേന്ന്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പുതിയതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. വേണ്ടതൊക്കെ മുന്നേ തലേ കെട്ടി വെച്ച് കൊടുത്തിട്ടില്ലേ? ഗതികേടെന്ന് പറഞ്ഞാ മതിയല്ലോ. അവൻ അങ്ങനെ ഒരു കാര്യമെന്ന് പറഞ്ഞപ്പോ ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞാ മതിയായിരുന്നു. ഈ ശാപം ചുമക്കേണ്ടി വരില്ലായിരുന്നു.
അമ്മയ്ക്ക് ഇപ്പൊ എന്നോട് ബഹളം വെക്കുകയാണോ വേണ്ടേ? അതിനൊരു കാരണം ഉണ്ടാക്കുവാണോ? എന്നെയും എന്റെ മോനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഈ ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ വന്ന് നിന്റെ അമ്മ നിന്നെ രഹസ്യമായി വിളിച്ചിരുത്തി ഉപദേശിച്ചത് അതായിരിക്കും. എന്റെ അമ്മയെക്കുറിച്ചൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അമ്മ എന്നോട് പറഞ്ഞ എന്താണെന്ന് വേറെ ആരെങ്കിലും ആണോ തീരുമാനിക്കുന്നേ? ഞാൻ എന്ത് കുഴപ്പം അമ്മ ഉണ്ടാക്കിയിട്ടുള്ളേ? കുറച്ച് സമാധാനമല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ. അത് തന്ന എന്താ കുഴപ്പം? ആ നിൽക്കുന്ന കുഞ്ഞു പോലും എന്നും കുത്തുവാക്കും വഴക്കും കേട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്. ഓ, ഇപ്പൊ കുഞ്ഞിനെ കുറിച്ചൊക്കെ വലിയ ചിന്തയാണല്ലോ. പണ്ടത്തെ കാര്യമൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കലടി മോളെ. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഈ കുടുംബത്തിൽ നിന്ന് മനുവിനെ മാത്രമായി അടർത്തിയെടുത്ത് നിന്റെ കുടുംബത്തിൽ കൊണ്ടുപോകാന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് നടക്കില്ല. ആര് ചിന്തിച്ചു? എന്തിനാമ ഈ ഭ്രാന്ത് പറയുന്നത്? ഭ്രാന്തോ? നീ എന്നെ ഭ്രാന്തിന്ന് വിളിച്ചോടി? എന്റെ അമ്മ ഇങ്ങനെ കൊല്ല ചെയ്യാതെ ഒറ്റയടിക്കങ്ങ് തീർക്ക്. നിന്റെ സ്വഭാവത്തിന് അത് തന്നെയാ ചെയ്യേണ്ടത്. വേണ്ടാന്ന് വെച്ചിട്ടാ. അച്ഛമ്മ എന്തിനാ എപ്പോഴും വഴക്ക് പറയുന്നത്? അച്ഛമ്മക്ക് നമ്മളെ തീരെ ഇഷ്ടമല്ലേ? മോനിതൊന്നും മനുവിനോട് പറയരുത് കേട്ടോ. മനുവിന് വിഷമാവും. പറഞ്ഞു കേട്ടിടത്തോളം ഇതൊരു നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നേ. പെൺകൊച്ച് വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ, പഠിച്ച കുട്ടിയല്ലേ. കാര്യം നല്ലത് തന്നെയാണെന്ന് എനിക്കും തോന്നി. പക്ഷെ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പെട്ടെന്ന് വലിയ രീതിയിൽ അത് വ്യാപിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. ആന്റി, തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട്. പിന്നെന്താ, ഈ പാടത്ത് പണിയെടുത്ത് അന്നന്നത്തെ ആഹാരത്തിനുള്ള വക കണ്ടെത്താനുള്ളതാണെങ്കിൽ അത് നടക്കും. പക്ഷേ കൃഷി ഒരു വ്യാവസായിക രീതിയിൽ കാണുകയും കുറച്ചുകൂടെ വലുതായിട്ട് ചിന്തിക്കുകയും ചെയ്താല് അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാവും. അല്ല, നമ്മുടെ കാര്യം മാത്രമല്ല, ഈ കൃഷി ചെയ്തെല്ലാം നശിച്ചു പോയവർക്ക് അതൊരു തിരിച്ചുവരവ് കൂടിയായിരിക്കും. മധുര നൊമ്പരക്കാറ്റ്